സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് മാറ്റിവെച്ചു. സൗദിയിൽ നിന്ന് ജമാൽ ചേരുന്നു. ജമാൽ, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? ഷമ്മി, ഇന്നും ഈ കേസ് മാറ്റിവെച്ചു. എല്ലാവർക്കും നിരാശ നൽകുന്ന തരത്തിലാണ് ഈ കേസ് വീണ്ടും മാറ്റിവെച്ചത്. ഇത് 8ാം തവണയാണ് റിയാദ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ചില രേഖകൾ കൂടി ലഭിക്കാനുണ്ട്. ഇമാറയിൽ നിന്ന് ചില രേഖകൾ കൂടി ലഭിക്കാനുണ്ട് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് കേസ് മാറ്റിവെക്കുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്നാണ് കേസ് പരിഗണിക്കുക എന്നത് അല്പസമയത്തിനകം തന്നെ അറിയാനാകും. ഏതായാലും ഇത് 8ാം തവണയാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം റംസാൻ മാസമൊക്കെ അടുക്കുന്ന സമയമായതുകൊണ്ട് റഹീമിന്റെ കാര്യത്തിൽ ഈ കേസിൽ ഒരു മോചന ഉത്തരവ് ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായത്. പക്ഷേ എല്ലാവർക്കും നിരാശ നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതി ഈ കേസ് മാറ്റിയിരിക്കുന്നത്. ജമാല, എന്ത് കാരണത്താലാണ് ഈ കേസ് ഇങ്ങനെ അനിശ്ചിതമായി മാറ്റിവെക്കുന്നത്? ഇവർക്ക് നൽകേണ്ട തുക എല്ലാം തന്നെ കൈമാറി. ആ കുടുംബം ഇദ്ദേഹത്തിന് മാപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ഈ കോടതി എന്തുകൊണ്ട് ഈ ഒരു സമീപനം സ്വീകരിക്കുന്നു? ചില പ്രധാനപ്പെട്ട വസ്തുതകൾ ഇക്കാര്യത്തിലുണ്ട്. ഒന്നാമതായി, ഈ മരിച്ച സൗദി ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അത് വിജയകരമായി പൂർത്തീകരിച്ചു. അല്ലെങ്കിൽ ആ ദൗത്യം ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിച്ച് ഈ കുടുംബത്തിന് ദയാദനം നൽകുകയും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകുകയും ചെയ്തു. പക്ഷെ ഇനി തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഈ കുടുംബം തീരുമാനിച്ചാൽ പോലും, മരിച്ചയാളുടെ കുടുംബം തീരുമാനിച്ചാൽ പോലും ഒരുപക്ഷെ പബ്ലിക് റൈറ്റ്സ് ഡിഫൻസ് എന്ന ഒരു വസ്തുത ഉൾപ്പെടുത്തിക്കൊണ്ട്, പൗരന്റെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില നയതന്ത്രപരമായ ചില കാര്യങ്ങളിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രധാനമായും നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില തടസ്സങ്ങളാണ്, സാങ്കേതികപരമായ ചില തടസ്സങ്ങളാണ് റഹീമിന്റെ മോചനം വൈകാൻ ഇടയാകുന്നത് എന്നാണ്. കുടുംബം മാപ്പ് നൽകിയെങ്കിൽ പോലും സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ രേഖകൾ പരിശോധിക്കണം. കൂടുതൽ സമഗ്രമായ സൂക്ഷ്മമായ ഒരു പഠനം ഇക്കാര്യത്തിൽ വേണം എന്നാണ് നേരത്തെയൊക്കെ കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചത്. ഇപ്പോഴും ഈ കേസ് മാറ്റിയിരിക്കുന്നു. അതായത് ഇനിയും ഈ കേസ് നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ജമാലാണ് സൗദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.